ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മളെ അവസാനത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഡോക്ടർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്കാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനീ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ കേട്ടിരുന്നു ഓൾ ഓവർ കേരള നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇന്റീരിയർ വർക്കാണ്. എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മൾ. നമുക്കൊരു കസ്റ്റമർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ പോയി മെഷർമെന്റ് കാര്യങ്ങൾ എടുത്തിട്ട് അവരുടെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി 3D ചെയ്ത് കൊടുക്കും. അതായത് ആ റൂമിന്റെ വ്യൂ, അവർക്ക് എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ ആ റൂമിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം കസ്റ്റമർ കൺവിൻസ്ഡ് ആണ്, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ എസ്റ്റിമേഷൻ കൊടുക്കും. ആ റൂമിന്റെ അല്ലെങ്കിൽ ആ വീടിന്റെ എസ്റ്റിമേഷൻ കൊടുക്കും. അഡ്വാൻസ് വെച്ചതിന് ശേഷം വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഓൾ ഓവർ കേരള ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും വർക്ക് ഉണ്ട്. ഏത് സാഹചര്യത്തിലാണ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? അതായത് ഒരു വീട് കെട്ടാണെങ്കിൽ അതിന് ഏത് സമയത്താണ്? ബിഗിനിങ് സ്റ്റേജിൽ തന്നെയാണ്. പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം അത് തന്നെയാണ്. അതായത് നമ്മൾ ബിഗിനിങ് സ്റ്റേജിലാണ് കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ആള് ഫ്ലോർ പ്ലാൻ വരച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലോർ പ്ലാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റീരിയേഴ്സിലൂടെയും കോൺടാക്ട് ചെയ്ത് രണ്ട് കൂട്ടരും കൂടി, അതായത് അവരുടെ എഞ്ചിനീയറും നമ്മളും ബ്ലെൻഡ് ആയിട്ട് വേണം ആ വർക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, അതായത് ഇപ്പോ അവരുടെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു മെയിൻ വാർപ്പ് അങ്ങനെയൊക്കെ എത്തുന്ന സമയത്താവുമ്പോഴേക്കും ഈ പറയുന്ന പോലെ നമ്മൾ ആ 3D ചെയ്ത് എല്ലാ സ്ഥലത്തേക്കുള്ള പോയിന്റുകൾ, ഇലക്ട്രിക്കൽ പോയിന്റുകളൊക്കെ എവിടേക്ക് വരണം, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിൽ എങ്ങനെയൊക്കെയാണ് പ്ലേസ്മെന്റ്സ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ കസ്റ്റമർക്കാണെങ്കിലും അവരുടെ റൂം അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എക്സാക്ട്ലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കൊക്കെ ആവുമ്പോഴേക്കും എവിടൊക്കെ പോയിന്റുകൾ വരണം കാര്യങ്ങളൊക്കെ അവരുടെ എഞ്ചിനീയറായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ട പോയിന്റുകൾ ആ സമയത്ത് ഇടാം. അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമ്മളെ അപ്രോച്ച് ചെയ്ത സമയത്ത് നമുക്ക് രണ്ടാമത് ഈ പ്ലാസ്റ്ററിംഗ് ഒക്കെ രണ്ടാമതും കട്ട് ചെയ്യേണ്ട അവസ്ഥ, കാര്യങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ എപ്പോഴും പ്രൈമറി സ്റ്റേജിലാണ് നമ്മൾ നമ്മളുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇൻ കേസ് നമ്മളെ വ്യൂവേഴ്സിൽ ആരെങ്കിലും അവര് വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവർക്ക് നമുക്ക് അതിന്റേതായിട്ടുള്ള ഗൈഡൻസ്, ഇപ്പൊ അവരുടെ സ്റ്റേജ് എന്താണോ നോക്കി അതിനനുസരിച്ചിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുക്കാവുന്നതാണ്. അവർക്ക് നമുക്ക് സർവീസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കസ്റ്റമർക്ക് ഫേവറബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കസ്റ്റമർക്ക് ഉണ്ടായേക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ അവർ ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ അതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണോ എന്നുള്ളത് ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾ ഈ ഇന്റീരിയർ ഡിസൈനിങ് അല്ലാണ്ട് അതിന്റെ ഫർണിച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? നമ്മൾ എല്ലാ ഫർണിച്ചേഴ്സും ഇന്റീരിയർ കംപ്ലീറ്റ് ആണ് ചെയ്യുന്നത്. സിവിൽ വർക്കുകൾ നമ്മൾ ചെയ്യുന്നില്ല. ഇന്റീരിയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്യും, ഫുൾ കംപ്ലീറ്റ് ഇൻക്ലൂഡിംഗ് ഫർണിച്ചേഴ്സ്. അതെല്ലാത്തരം മോഡേൺ ഫർണിച്ചേഴ്സ് അല്ല, കസ്റ്റമർക്ക് എന്താണോ വേണ്ടത്, അവരുടെ ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്നുള്ള രീതിക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾക്ക് ഏത് ഏരിയയിലും എവിടെയാണെങ്കിലും ചെയ്യും, കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യും. നിലവിലിപ്പോ എവിടെയൊക്കെയാണ് എല്ലാ ജില്ലകളിലും വർക്ക്? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും വർക്ക് ഉണ്ട്. ഇടുക്കി, വയനാട് അങ്ങനെയുള്ള മലയോര പ്രദേശങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് വർക്ക് ഉണ്ട്. നിങ്ങൾ ഓൺ സ്റ്റാഫ് തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്? അതെ. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മളെ വ്യൂവേഴ്സിന് പലരും വീട് കെട്ടുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും, അവർ ആരെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. കാരണം സ്ട്രക്ചറൽ വർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി അത്ര ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷെ കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ട് വരുന്നത്, അതല്ലെങ്കിൽ കുറച്ചും കൂടി തിങ്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് അതിൻ്റെ ഇന്റീരിയർ വർക്ക്. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാം ഡോക്ടർ ഡിസൈന് ധൈര്യമായിട്ട്. അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ഡീൽ ചെയ്ത് കൊടുക്കണം. നിലവിൽ ഇപ്പം എന്തെങ്കിലും ഓഫർ നടക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ ഓണം ബേസിലായിട്ട് കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങൾ റണ്ണിങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവർ കോൺടാക്ട് ചെയ്തോട്ടെ അല്ലേ? ഓക്കെ. ഗൈസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരാളിനെയും പങ്ങളെല്ലാം കൂട്ടി ഒരു ചായ പിടിക്കാൻ വേണ്ടി പോയി. ഇതെവിടെ സ്ഥലം? പെരുമ്പാവൂരിനടുത്ത് റോയൽ കഫേ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സമയമേ കൊച്ചിയിലുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഗംഭീര വിരുന്നൊരുക്കിയ നമ്മളെ പെങ്ങളാണ്. പെങ്ങിപ്പോൾ ബേജാറിലുണ്ട്, നാളെ നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്നാ പോരല്ലോ.
ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെ ആലപ്പുഴയിലേക്ക് വിടണം. അതെ, 5:30 എണീക്കണം. എണീക്കോ? ഓക്കെ, അതെ. ഓക്കെ, അപ്പോൾ ബാക്കി നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബായ്. ഒരു ബായ് പറഞ്ഞു. ഒന്ന് കണ്ട കരിഞ്ഞിട്ട് കണ്ണെല്ലാം ചുവന്ന് നമ്മ പോകുന്ന വിഷമത്തിൽ ഒന്ന് പോയിനാ മതിയേനു. ഇത്രയും സ്നേഹമുള്ള കൂടപ്പിറപ്പിനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കൺസിഡറേഷൻ അല്ലേ? തമ്മിൽ ഇണങ്ങിപ്പോവല്ലേ. അതെ, ഇന്നത്തെ വിഷയം കൺസിഡറേഷൻ. ആ വാക്കിന് ഭയങ്കര പവറാണ്. തമ്മിൽ പിണങ്ങിപ്പോകല്ലേ, കാണാതെ കാണല്ലേ, നമ്മൾക്ക് നാം തന്നെ കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴകിൻ. കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കൈ. എന്തിനോട് നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ്. ഇപ്പോൾ നാളെ രാവിലെയാണ് ആലപ്പുഴയിലേക്ക് ട്രാവലിംഗ് പ്ലാൻ ചെയ്യുന്നത്. 64% നമ്മൾ ചാർജ് ഉണ്ടായിരുന്നു. എങ്കിലും രാവിലെ പോകുന്ന സമയത്ത് ഫുൾ ചാർജിൽ തന്നെ പോകാമെന്നുള്ള പ്ലാനിൽ നിയർ ബൈ ചാർജിങ് ലൊക്കേഷൻ സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ ചാർജിങ് പോയിന്റ് കണ്ടു. അങ്ങനെ ഇവിടെ വന്ന് ചാർജിങ്ങിന് ഇട്ടിട്ടുണ്ട്. ഇവിടെ 14 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ EV വണ്ടിയായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വലിയ ടെൻഷനൊന്നും അങ്ങനെ അടിക്കേണ്ടി വരുന്നില്ല. ചാർജിങ് സ്റ്റേഷൻ്റെത് ഒരുപാട് ബ്രാൻഡിൻ്റെ ചാർജിങ് പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. ഇന്ത്യൻ ഓയിലൊക്കെ 14 റുപ്പീസ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി ചാർജ് നോക്കിയിട്ടാണ് ഞാൻ ചാർജ് ചെയ്യാറ്. ചില സ്ഥലത്ത് 22 രൂപ വരെ ഉണ്ടാകുന്നു, 25 രൂപ വരെ ഉണ്ടാകുന്നു. അപ്പോൾ പല സ്റ്റേഷനിലും പല ടൈപ്പിലാണ് ചാർജ് ഈടാക്കുന്നുള്ളത്. എനിവേ നമുക്കിപ്പോൾ 100% ചാർജ് ആവാൻ വേണ്ടി അറൗണ്ട് ഒരു മാക്സിമം 20 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് 100% ആവും. ഇപ്പോൾ നമ്മളിവിടെ നിയർ ബൈ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചാർജിങ്ങും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ ആലപ്പുഴ യാത്രകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.